വേതാളം പറഞ്ഞ അടുത്ത കഥയുടെ പേര് ദുർബുദ്ധിയും ദുർവൃത്തിയും. അന്വേഷിച്ച് അലയേണ്ടി വന്നില്ല. പഴയ മുരിക്കുമരത്തിൽ തലകീഴായി കിടപ്പുണ്ടായിരുന്നു വേതാളം. വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തെ പിടിച്ചു കെട്ടി മടക്കയാത്ര തുടങ്ങി. എന്നെ ചുമന്നുകൊണ്ട് കുറേ അധികം ദൂരം നടക്കേണ്ടതല്ലേ? യാത്രയുടെ വിരസതയകറ്റാൻ ഒരു കഥ പറയാം. മറുപടിക്ക് കാത്തു നിൽക്കാതെ വേതാളം കഥ പറഞ്ഞു തുടങ്ങി. വങ്കനാട്ടിലെ അധിപതി വിക്രമകേസരിയുടെ പുത്രനായിരുന്നു കൃശാനു. അയാൾക്ക് നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരു ആൺതത്തയുണ്ടായിരുന്നു. തത്തയ്ക്ക് ഭാവി പ്രവചിക്കാനും കഴിവുണ്ടായിരുന്നു. ഒരു ദിവസം കൃശാനു തത്തയോട് തൻ്റെ വിവാഹം എന്ന് നടക്കുമെന്ന് ചോദിച്ചു. 2 ദിവസം കാത്തിരുന്നാൽ മതിയെന്ന മറുപടി കേട്ടതോടെ അയാൾ അത്ഭുതപ്പെട്ടു. ശരിയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അയൽ ദേശത്ത് നിന്ന രാജകുമാരിയെയും കൂട്ടി അവിടുത്തെ രാജാവും സൈന്യവും വങ്കാദേശത്തെത്തി. വിധിപ്രകാരമുള്ള സൽക്കാരങ്ങൾ ഏറ്റുവാങ്ങി രാജാവ് തൻ്റെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തി. രാജകുമാരിക്കും ഭാവി പ്രവചിക്കുന്ന ഒരു തത്തയുണ്ടായിരുന്നു, ഒരു പെൺതത്ത. വങ്കദേശത്തെ വിക്രമകേസരിയുടെ പുത്രൻ കൃശാനുവായിരിക്കും വരനായി ഭവിക്കുകയെന്ന് ആ തത്ത പറഞ്ഞതനുസരിച്ച് കന്യകയുമായി നേരിട്ടെത്തിയതായിരുന്നു ബന്ധുക്കൾ. വിവാഹം കെങ്കേമമായിരുന്നു. നവദമ്പതികൾ തങ്ങളുടെ തത്തകളെയും ഒരുമിച്ചൊരു കൂട്ടിലാക്കി. അന്നു രാത്രി വധൂവരന്മാരുടെ മാളികയിൽ രാത്രിയുടെ 2-ാം യാമത്തിൽ കിളികൾ തമ്മിൽ ചെറിയൊരു തർക്കം. ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു. പെൺതത്ത പറഞ്ഞു, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. ആൺവർഗത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല. അല്ലല്ല, പെൺവർഗമാണ് വിശ്വാസവഞ്ചന ചെയ്യുന്നത്, ആൺതത്ത ഉറപ്പിച്ചു പറഞ്ഞു. 2 പേരും തമ്മിൽ വാദപ്രതിവാദം കൊടുമ്പിരി കൊണ്ടപ്പോൾ നവദമ്പതികൾ ഇടപെട്ടു. അതെന്താണ് ആൺവർഗത്തെ വിശ്വസിക്കരുതെന്ന് പറയാൻ കാരണം? രാജകുമാരി ചോദിച്ചു. ഉത്തരമായി പെൺകിളി ഒരു കഥയുടെ ചുരുളഴിച്ചു. ദുർബുദ്ധി എന്ന പേരിൽ ഒരു ധൂർത്ത കുമാരനുണ്ടായിരുന്നു. തൻ്റെ പിതാവിൻ്റെ സർവ്വസമ്പത്തും സുഖഭോഗങ്ങൾക്കായി ചെലവഴിച്ച അയാൾ ഒടുവിൽ വീട് വിട്ട് യാത്ര ചെയ്തു. ദുർബുദ്ധിയെപ്പറ്റി കേട്ടറിവുള്ളവരാരും അയാൾക്ക് പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. അയാൾ മറ്റൊരു ദേശത്തെത്തി അവിടുത്തെ ഒരു കച്ചവടക്കാരൻ്റെ മകളെ വിവാഹം ചെയ്തു. ദുർബുദ്ധിയെപ്പറ്റി ചില വിവരങ്ങളൊക്കെ ആ നാട്ടിലും എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അയാളെ വിവാഹം കഴിക്കാൻ കച്ചവടക്കാരൻ്റെ മകൾ തയ്യാറായി. കുറേ നാൾ ഭാര്യാഗൃഹത്തിൽ കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് മടുത്തു. ഒരു നാൾ ഭാര്യാപിതാവിനോട് അയാൾ പറഞ്ഞു, വീട്ടിൽ നിന്ന് പോന്നിട്ട് നാളുകൾ കുറേ അധികമായി. മാതാപിതാക്കളെ ചെന്ന് കണ്ട് അനുഗ്രഹാശസ്സുകൾ വാങ്ങി മടങ്ങി വരാം. ശരി, അങ്ങനെയാകട്ടെ എന്ന് ഭാര്യാപിതാവ് സമ്മതിച്ചു. അയാളോടൊപ്പം ഭാര്യയും വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അവളാകട്ടെ കയ്യിലും കഴുത്തിലും എല്ലാം ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു. ആ ആഭരണങ്ങൾ കൈക്കലാക്കി തൻ്റെ ഭാര്യയെ ഒഴിവാക്കുന്നതിനെക്കുറിച്ചായിരുന്നു ദുർബുദ്ധിയുടെ ചിന്ത. പോകുന്ന വഴിക്കൊരു വനമുണ്ട്. അവിടെ കള്ളന്മാരും കൊള്ളക്കാരുമെല്ലാം കണ്ടേക്കാം. നിന്റെ കയ്യിലുള്ള ആഭരണവും പണവുമെല്ലാം ഒളിപ്പിച്ച് വയ്ക്കുന്നതാണ് ഉചിതം. ദുർബുദ്ധി പറഞ്ഞത് കേൾക്കേണ്ട താമസം ഭാര്യ തൻ്റെ കയ്യിലുള്ളതെല്ലാം അയാളെ ഏൽപ്പിച്ചു. 2 പേരും നടന്ന് ഘോര വനത്തിലേക്ക് പ്രവേശിച്ചു. നടന്നു പോയ വഴി ഒരു പൊട്ടക്കിണർ കണ്ടപ്പോൾ ദുർബുദ്ധി അവിടെ നിന്നു. കലശലായ ദാഹം. ആ കിണറ്റിൽ വെള്ളമുണ്ടോ എന്ന് നോക്കിയിട്ട് വരൂ, ദുർബുദ്ധി ഭാര്യയോട് പറഞ്ഞു. ആ സ്ത്രീ കിണറിന് സമീപം ചെന്ന് കാടും പടലും കൈകൊണ്ട് വകഞ്ഞു മാറ്റി കിണറ്റിലേക്ക് എത്തി നോക്കി. ഇരുട്ടുമൂലം അവൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും 2 കൈകൾ അവളെ പിന്നിൽ നിന്ന് ആഞ്ഞു തള്ളി. ഒരു നിലവിളിയോടെ അവൾ കിണറ്റിലേക്ക് വീണു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ദുർബുദ്ധി അവളുടെ പണവും ആഭരണങ്ങളുമായി അവിടെ നിന്ന് സ്ഥലം വിട്ടു. ദുർനടപ്പുകാരിയായ ഒരു സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് അവൻ അവിടെ പാർപ്പ് തുടങ്ങി. ആഭരണങ്ങളും പണവും കയ്യിലുള്ളിടത്തോളം കാലം സഹായികളും കൂട്ടുകാരും എല്ലാം ഉണ്ടാവുമല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോൾ തട്ടിയെടുത്തതെല്ലാം തീർന്നു തുടങ്ങി. ഇനി എന്ത് നിവൃത്തി എന്ന ചിന്തയായി അവന്. കിണറ്റിൽ വീണ സ്ത്രീ ഭാഗ്യവശാൽ മരിച്ചില്ല.
നിലവിളി കേട്ട് ഏതോ ചില വഴിയാത്രക്കാർ അവളെ രക്ഷപ്പെടുത്തി. എങ്ങനെയാണ് കിണറ്റിൽ വീണതെന്ന ചോദ്യത്തിന് അവൾ നുണ പറഞ്ഞു. ഞാൻ ഭർത്താവുമൊത്ത് അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് പോവുകയായിരുന്നു. കള്ളന്മാർ ഞങ്ങളെ ആക്രമിച്ചു. പണവും ആഭരണങ്ങളുമെല്ലാം കവർന്നു. എന്നെ അവർ ഈ കിണറ്റിൽ തള്ളിയിട്ടു. പാവം തോന്നിയിട്ടാവും അവർ അവളെ തിരികെ അവളുടെ പിതാവിൻ്റെ സമീപം എത്തിച്ചു. അവിടെയും അവൾ ഈ കഥ തന്നെയാണ് പറഞ്ഞത്. നാളുകൾ കുറേ കഴിഞ്ഞു. ഒരു ദിവസം അതാ തൻ്റെ ഭർത്താവ് തൻ്റെ വീട്ടുവാതിൽക്കൽ എത്തിയിരിക്കുന്നു. അവൾ വേഗം അയാളെ സ്വീകരിച്ച് അകത്തു കൊണ്ടുപോയി. തൻ്റെ ഭാര്യ മരിച്ചു കാണുമെന്ന് കരുതിയാണ് അയാൾ അവിടേക്ക് വന്നത്. ഭാര്യാപിതാവിനെ പറ്റിച്ച് കുറച്ച് പണം കൂടി അപഹരിക്കണം എന്നതായിരുന്നു അയാളുടെ ചിന്ത. പക്ഷേ പതിവ്രതയായ പത്നി അയാളെ വീണ്ടും സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അവർ വീണ്ടും ഒരുമിച്ച് താമസിച്ചു. പക്ഷെ 2-3 മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ പഴയ കൂട്ടുകാരിയെ അയാൾ വീണ്ടും ഓർമ്മിച്ചു. അയാൾക്ക് വീണ്ടും അവിടെ എത്തണമെന്ന ആഗ്രഹം തോന്നി. അന്നു രാത്രി ഭാര്യയെ കൊന്ന് ആ വീട്ടിലുള്ള പണവും പണ്ടവും കൈക്കലാക്കി അയാൾ നാടുവിട്ടു. പക്ഷെ നീതിപാലകർ അയാളെ പിടികൂടി രാജസമക്ഷം ഹാജരാക്കി. അയാൾക്ക് മരണശിക്ഷയാണ് രാജാവ് വിധിച്ചത്. പെൺകിളി കഥ അവസാനിപ്പിച്ചു. ദുർബുദ്ധിയുടെ ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ രാജകുമാരിയും കൃഷാനുവും നടുങ്ങിപ്പോയി. മനസാക്ഷിയില്ലാത്ത ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പുരുഷന്മാർക്ക് തെല്ലും മടിയില്ലെന്ന് പറഞ്ഞ് പെൺകിളി തൻ്റെ കഥാകഥനം മുഴുമിപ്പിച്ചു. എന്തുകൊണ്ടാണ് പെൺവർഗത്തെ വിശ്വസിക്കരുതെന്ന് പറയാൻ കാരണം? രാജകുമാരൻ ആൺകിളിയോട് ചോദിച്ചു. അതിനുള്ള മറുപടിയായി പെൺകിളി പറഞ്ഞത് മറ്റൊരു കഥയായിരുന്നു. ധനേന്ദ്രൻ എന്ന പേരുള്ള ഒരു വ്യാപാരി ഭീമപുരത്ത് വസിച്ചിരുന്നു. അയാൾ ആ നാട്ടിലെ ഒരു വ്യാപാര പ്രമുഖൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചത്. അവളുടെ പേരായിരുന്നു മരതകാംഗി. വിവാഹത്തിന് ശേഷം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ധനേന്ദ്രന് വ്യാപാര ആവശ്യത്തിന് ദൂരയാത്ര ചെയ്യേണ്ടി വന്നു. ആ സമയം മരതകാംഗി ഒരു യുവാവുമായി രഹസ്യബന്ധം തുടങ്ങി. ധനേന്ദ്രൻ മടങ്ങി വന്നതിന് ശേഷവും അവൾ തൻ്റെ കാമുകനെ ഇടയ്ക്കിടെ വിളിച്ചു വരുത്തുമായിരുന്നു. ധനേന്ദ്രനാകട്ടെ ഇക്കാര്യം അറിഞ്ഞതേയില്ല. ഒരു ദിവസം മരതകാംഗിയുടെ രഹസ്യ വേഴ്ചക്കാരൻ പമ്മി പതുങ്ങി അവരുടെ വീട്ടുവളപ്പിലെത്തി. ഭർത്താവ് ഉറങ്ങുന്നത് വരെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ അവൾ അവനോട് പറഞ്ഞു. പുറത്ത് പരിങ്ങി നടക്കുന്നതിനിടയിൽ രാത്രി പാറാവുകാർ അവനെ കണ്ടു. കള്ളൻ എന്ന് കരുതി അവർ അവന് നേരെ അസ്ത്രം തൊടുത്തു. അമ്പുകൊണ്ട് അവൻ ഓടി ധനേന്ദ്രൻ്റെ തൊടിയിൽ കയറി ഒളിച്ചു. വേദനയുണ്ടായിരുന്നെങ്കിലും കരയാൻ നിവൃത്തിയില്ലാതെ അവൻ വാ പൊളിച്ചിരുന്നു. ആ ഇരിപ്പിൽ അവൻ്റെ ജീവൻ പോയി. അല്പം കഴിഞ്ഞപ്പോൾ മരതകാംഗി കാമുകനെ അന്വേഷിച്ച് തോട്ടത്തിലെത്തി. അവിടെ ഒരു കച്ചിക്കൂനയിൽ ചാരി വാ പൊളിച്ചിരുന്ന യുവാവിനെ അവൾ ആലിംഗനം ചെയ്ത് ചുംബിച്ചു. അതോടെ അവൻ്റെ വായ അടഞ്ഞുപോയി. അവളുടെ മൂക്ക് അവൻ്റെ വായിലായി. ചോരയൊലിക്കുന്ന മൂക്കുമായി അലറിക്കൂവി അവൾ വീട്ടിലേക്കോടി. നിലവിളി കേട്ട് അയൽവാസികൾ ഓടിയെത്തി. അപ്പോഴാണ് അവരോട് എന്ത് പറയേണ്ടു എന്നറിയാതെ അവൾ വിഷമിച്ചത്. തോട്ടത്തിൽ പമ്മിയിരിക്കുന്ന വേഴ്ചക്കാരനെപ്പറ്റി പുറത്ത് മിണ്ടാൻ കഴിയുമോ? പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ഭർത്താവിനുമേൽ പഴിചാരുക. എൻ്റെ ഭർത്താവ് എൻ്റെ മൂക്ക് അറുത്തു കളഞ്ഞേ എന്നായി അവളുടെ വിലാപം. ബന്ധുക്കളും അയൽവാസികളും ചേർന്ന് ധനേന്ദ്രനെ പിടിച്ചു കെട്ടി പ്രഹരിക്കാനും തുടങ്ങി. ഈ ക്രൂരകൃത്യം ചെയ്തതിന് അയാൾക്ക് മതിയായ ശിക്ഷ കൊടുക്കണമെന്നും അതിനാൽ രാജസമക്ഷം അയാളെ ഉടൻ എത്തിക്കണമെന്നും ചിലർ പറഞ്ഞു. പാവം ധനേന്ദ്രനെ നാട്ടുകാർ വരിഞ്ഞു കെട്ടി രാജാവിൻ്റെ മുന്നിൽ എത്തിച്ചു. രാജാവിൻ്റെ ചോദ്യത്തിന് എനിക്കറിയില്ല, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കാൻ മാത്രമേ ധനേന്ദ്രന് കഴിഞ്ഞുള്ളൂ. പിറ്റേന്ന് രാജഭടന്മാർ അമ്പേറ്റു വീണ കള്ളനെ കണ്ടെത്തി. അയാളുടെ അടഞ്ഞ വായ്ക്കുള്ളിൽ ഒരു മൂക്കിൻ്റെ പാതിയും ഉണ്ടായിരുന്നു. അതോടെ എല്ലാവർക്കും കാര്യങ്ങളുടെ ഉള്ളുകള്ളി മനസ്സിലായി. മരതകാംഗിക്ക് മരണശിക്ഷ തന്നെ നൽകാൻ രാജാവ് ഉത്തരവിട്ടു. ഇതായിരുന്നു ആൺകിളിയുടെ കഥ. ഈ 2 കഥകളും കേട്ട വിക്രമാദിത്യനോട് വേതാളം പതിവ് തെറ്റാതെ ഒരു ചോദ്യം ഉന്നയിച്ചു. ദുർബുദ്ധി എന്ന പുരുഷനും മരതകാംഗി എന്ന സ്ത്രീയും മഹാപാതകങ്ങളാണ് ചെയ്തത്. എങ്കിലും ഈ 2 തെറ്റുകളിലും വെച്ച്
ഏതാണ് കൊടിയ തെറ്റ്? വിക്രമാദിത്യൻ ഒന്ന് പുഞ്ചിരിച്ചു. രണ്ടു പേരുടെ കുറ്റവും കഠിനമായത് തന്നെ. പക്ഷേ ദുർബുദ്ധിയെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് ആ ഭാര്യയ്ക്ക് അറിയുമായിരുന്നു. ഒരു വട്ടം തന്നെ കിണറ്റിൽ തള്ളിയിട്ട അയാളെ അവൾ വീണ്ടും സ്വീകരിച്ചു. കുറ്റവാളി എന്നതിനേക്കാൾ വലിയൊരു മനോരോഗിയായിട്ടേ അയാളെ കാണാനാവൂ. എന്നാൽ ഒന്നും അറിയാത്ത ഒരു പാവം ഭർത്താവിനെയാണ് മരതകാങ്കി വഞ്ചിച്ചത്. പോരാ, തൻ്റെ കുറ്റം അയാളുടെ മേൽ ചാർത്താനും അവൾ മടിച്ചില്ല. അതിനാൽ കൊടിയ തെറ്റ് മരതകാങ്കിയുടേത് തന്നെ. ഈ മറുപടി കേട്ട ക്ഷണം തന്നെ വേതാളം ബന്ധനം വിട്ട് ചാടിയോടി പഴയ മുരിക്കുമരത്തിലേറി.